അങ്ങോട്ടൊന്നുമില്ല. ഹായ് ഡിയേഴ്സ്, റമദാൻ കരീം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു റമദാൻ വ്ളോഗിലേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു വറുത്തരച്ച ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ അധികം ചെയ്തിട്ടില്ലാത്തൊരു റെസിപ്പിയാണ് ഈ വറുത്തരച്ച ബീഫ് കറി എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളൊരു പരീക്ഷണമാണല്ലോ, അപ്പോൾ കൂടുതൽ എടുത്തിട്ട് കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഒരു സവാള അരിഞ്ഞത്, ഇത്തിരി ഗ്രാമ്പൂ, 2 കറുവപ്പട്ട, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, അതെല്ലാം കുറച്ചാണ് എടുത്തേക്കുന്നത്. ഒരു സവാളയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 kg ബീഫും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിൽ ഒരല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നേരെ നമ്മൾ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു കൈപ്പിടി നിറയെ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇതൊന്ന് വറുപ്പാവുന്ന സമയത്ത് ഈ ഒരു വലിയ കഷ്ണങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പം വറുത്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് പച്ചമല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 4 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ വെള്ളം വലിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി ആയി കിട്ടും. ഇനി ഈ മല്ലിയും മുളകും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി അത് ഓഫ് ചെയ്തിടാം കേട്ടോ. നമ്മുടെ ആ ഒരു ഇറച്ചി വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമുക്ക് ബീഫ് വെക്കേണ്ടത് ആ ഒരു പാത്രം എടുക്കാം കേട്ടോ. മൺചട്ടിയിലാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുമേ. എന്നിട്ട് നമുക്ക് കുറച്ചധികം തന്നെ ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലൊരു കളറാവണം കേട്ടോ ഈ ചെറിയുള്ളി. ഈ ഒരു മല്ലിയും അതുപോലെ മുളകും കൂടെ ആക്കിയ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഈ ഒരു ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കണം. ഇനി ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് നെയ്യ് എടുത്തിടുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണ ഇത്തിരി ഉപയോഗിക്കുന്നുള്ളൂ. ആ ഒരു ബീഫിൻ്റെ നെയ്യ് വെച്ചിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിയൊക്കെ ഓൾറെഡി ചേർത്തുകൊണ്ട് നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീറ്റ് മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതും 1 ടീസ്പൂൺ നമ്മുടെ നാടൻ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പൊടിയൊക്കെ ചൂടാകുമ്പോൾ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ഇത്തിരി മഞ്ഞൾ കളർ കുറവാന്ന് തോന്നി, അതുകൊണ്ട് ഇത്തിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങേൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ ഇത് വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ബീഫ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബീഫ് ഒരു 1/4 വേവൊക്കെ ആയാൽ മതി. ആ ഒരു ടൈമിൽ തന്നെ നമുക്കിതെല്ലാം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കി നമ്മൾ ഈ ഒരു അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ ചെയ്തെടുക്കലാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഗ്യാസിൻ്റെ ഒരു അവൈലബിലിറ്റി കുറവുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നേരെ അത് കുക്കറിലേക്ക് തന്നെ വീണ്ടും വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മൺചട്ടിയിൽ ഒഴിച്ചിട്ട് ഇത് അടുപ്പിൽ വെച്ച് ചെറിയ തീ കൊടുക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് നന്നായിട്ട് റെഡി ആയിട്ട് വരട്ടെ. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ചും കൂടെ ചാറിന് വേണ്ടിയിട്ട് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ആ ഒരു കുക്കറിൽ തന്നെ ബീഫ് വേവിച്ച കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ തേങ്ങാച്ചാറാണ് കേട്ടോ ഇന്ന് വെക്കുന്നത്, തേങ്ങാച്ചോറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയുള്ളി, കറിവേപ്പില, കുറച്ചധികം കുരുമുളക്, ബാക്കി സ്പൈസസ് എല്ലാം കുറച്ച് മതി കേട്ടോ. ഒരു ഇത്തിരി ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില, പച്ചമല്ലി, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തിരികിയ തേങ്ങയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, 2 പച്ചമുളകും, പിന്നെ 3 മണി ഇതുപോലെ പച്ചമല്ലി, പിന്നെ ഏലക്ക, തക്കോലം, അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത്, അരി അളന്നെടുക്കുന്നത്, ആ പാത്രത്തിന് 3 ഗ്ലാസ്സാണ് കേട്ടോ. നമ്മൾ കുത്തരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഗ്ലാസ് പാലാണ് ഇതിൽ ആവശ്യമായിട്ട് വരിക. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു അരി എടുത്തിട്ട് അതേ പാത്രത്തിൽ 3 ഗ്ലാസ് വീതം എടുക്കുക. ഞാനിപ്പോൾ 2.5 അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു 3, 6 പിന്നെ 1.5 കൂടെ.
അപ്പോൾ 7.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ മൊത്തം വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ആ ഒരു ചോറിൻ്റെ അരി ഉണ്ടല്ലോ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു 7 ഗ്ലാസ്സിൽ നിർത്തുവാണ്. നിങ്ങൾ വെക്കുമ്പോഴത്തേക്കിനും വെള്ളത്തിലൊന്നും ഇടാണ്ട് നമ്മൾ അരി അങ്ങനെ തന്നെ വെക്കുവാണെങ്കിൽ 3 ഗ്ലാസ്സാണ് കേട്ടോ പാലൊഴിക്കേണ്ടത്, തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത്. തേങ്ങാപ്പാൽ ഇപ്പോൾ ഒരു 5 ഗ്ലാസ്സൊക്കെ മതി, ബാക്കി നമുക്ക് നോർമൽ വെള്ളം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതങ്ങ് അടച്ചു വെച്ചു. അപ്പോൾ അത് റെഡിയായി വരുന്ന സമയം കൊണ്ട് ബീഫ് കറി ഇതാ റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ട് വറ്റി വരും കേട്ടോ, ഒന്ന് കുറുകി വരും ഇത് നല്ല രീതിയിൽ. ഈ ഒരു പരുവത്തിന് തന്നെ ഇരുന്നാൽ മതി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഒരു അല്പം ഗരം മസാലയും മുകളിലൊന്ന് തൂവി കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇന്ന് നമുക്കൊരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, നമുക്ക് കുറച്ച് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ, അതും പിന്നെ നമ്മുടെ തണ്ണിമത്തനും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുറച്ച് മുന്തിരിങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് മിക്സ്ഡായിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി നമ്മളിത് ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തീരെ ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ അരിക്കരുത്, ഇച്ചിരി കൂടെ ഒരു വലിയ കണ്ണിയുള്ള അരിപ്പയിൽ അരച്ച് കഴിഞ്ഞാൽ ആ പൾപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് പോരും, ആ കുരുവും ബാക്കി പൈനാപ്പിളിൻ്റെ ആ ഒരു ചണ്ടിയും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ അരിച്ചെടുക്കണേ. പിന്നെ നമ്മൾ തരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തരിയുടെ മിക്സ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ട് തരി കാച്ചി. പിന്നെ ഞാനടുത്ത് എന്തെങ്കിലും ഒരു സ്നാക്സിന് വേണ്ടിയിട്ട്, അത് ഞാൻ സ്നാക്സ് വേണ്ടാന്നാണ് വിചാരിച്ചത്, കാരണം ഇന്ന് ചോറാണല്ലോ. അപ്പോൾ പിന്നെ ഞാനടുത്ത് പച്ചപ്പഴം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമ്മൾ എന്താ പറയുക വാട്ടിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ചെയ്യാം, പുഴുങ്ങിയെടുക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് പുഴുങ്ങാൻ വെച്ചു. അപ്പോൾ വീണ്ടും വേറെ ഐഡിയ വന്നു കേട്ടോ. പിന്നെ ഞാനങ്ങനെ ഫ്രിഡ്ജിൽ നമ്മുടെ പൈനാപ്പിൾ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കിനും കഴിഞ്ഞ ദിവസം ചെമ്മീൻ മേടിച്ചപ്പോഴത്തേക്കിനും അതിനകത്ത് നിന്ന് മരിക്കാത്ത കുറച്ച് ഒരു 6-7 ചെമ്മീൻ ഉമ്മി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉമ്മി പിന്നെ നമ്മൾ പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് അത് മരിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെ വാങ്ങിച്ച ചെമ്മീനെ. അപ്പോൾ അത് കിള്ളാണ്ട് ഉമ്മി അതെടുത്ത് ഒരു 6 എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. അപ്പം ഇപ്പം നോക്കിയപ്പോൾ അത് ഇരിക്കുന്നു, അതൊരു പാത്രത്തിൽ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അതും കൊണ്ട് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സാധാ പോലെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ വഴറ്റിയിട്ട് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ആ ഒരു ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്ത് ആകെ ഒരു ഇമ്മണിക്കോളം ചെമ്മീനേ ഉള്ളൂ. പക്ഷേ ചെമ്മീൻ ആയതുകൊണ്ട് അത്യാവശ്യം ഫ്ലേവർ കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റ് വരും. ചെമ്മീന് നല്ല രസമുള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് വരും കേട്ടോ എന്തുണ്ടാക്കിയാലും. നല്ല പച്ച ചെമ്മീനായിരുന്നേ, ഞാൻ പറഞ്ഞല്ലോ മരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇന്നലെ മേടിച്ചത്. അപ്പോൾ നമ്മളിതാ അതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതിനാകുമ്പോഴത്തേക്കും നമുക്കൊരു സമൂസ ഷീറ്റ്, ഒരു 5 സമൂസ ഷീറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിലതങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫുൾ അങ്ങ് തീരുമല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു പുഴുങ്ങി വന്നപ്പോഴത്തേക്കിനും എനിക്ക് തോന്നി പുഴുങ്ങി എടുക്കണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഉന്നക്കായിലേക്കാണ് മാറിയത്. ഞാൻ പല തീരുമാനങ്ങൾ ഞാൻ വിചാരിച്ചു. ആദ്യം നമ്മൾ ഉണ്ടാക്കിയില്ലേ ഒരു അവലിൻ്റെ ഒരു സംഭവം, അവലും ഈ ഒരു ഏത്തപ്പഴമൊക്കെ വെച്ചിട്ട് അതുണ്ടാക്കാമെന്നൊക്കെ മനസ്സിലോർത്തിട്ടോ. പിന്നെ അത് ഒരുപാട് എണ്ണയിലൊക്കെ പൊരിക്കണ്ട, അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉന്നക്കായിലേക്ക് മാറിയത്. ഇതാകുമ്പോൾ ഞാനിനി വിചാരിച്ചേക്കുന്നത് പൊരിക്കണ്ട, ജസ്റ്റ് നമ്മുടെ നെയ്യിലൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പൂൺ കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, ഉടച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ വട്ടത്തിൽ എറിഞ്ഞിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ എളുപ്പത്തിൽ റെഡിയായി കിട്ടും കേട്ടോ. നമ്മൾ തൊലി ഉരിക്കാനും അതുപോലെ തണുക്കാനും ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പഴം കറക്റ്റ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ഉന്നക്കായിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നെയ്യിൽ തേങ്ങയും പഞ്ചസാരയും ഏലക്കയും ഉപ്പും ഒരൽപ്പം ഉപ്പ് കേട്ടോ, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിയുന്നതാണ് കേട്ടോ പാകം. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങയ്ക്ക് ചൂടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഈ കറക്റ്റ് പഴമാണെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇത്രയും കൂടെ ഒന്ന് പഴുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വലിയ പാടാണ് കേട്ടോ, നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല. ഇത് ഭയങ്കര എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ. ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉന്നക്ക റെഡിയായി കിട്ടും. പിന്നെ പൊട്ടിയൊന്നും പോകില്ല. നമുക്കിത് അരിപ്പൊടിയിലിട്ട് ഉരുട്ടിയിട്ടൊക്കെ ആയിരുന്നു മുമ്പ് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ അരിപ്പൊടിയിലൊന്നും ഉരുട്ടാറൊന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ടിട്ട് ഒന്നെങ്കിൽ എണ്ണയിൽ പൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ നെയ്യിൽ ഞാൻ വാട്ടിയെടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അധികം എണ്ണ ഉപയോഗിക്കാണ്ട് നെയ്യിലങ്ങ് വാട്ടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ടപ്പട്ടപ്പേ നമുക്ക് ഉന്നക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പല വലിപ്പമായി പോയതുകൊണ്ട് ഞാൻ ആദ്യം പിന്നെ എല്ലാം ഉരുളകളാക്കി ഇട്ടു കേട്ടോ. എന്നിട്ട് ഇനി വേഗം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏകദേശം ഒരേ വലിപ്പത്തിൽ കിട്ടുമല്ലോ.
പിന്നെ കുറേ നാളായിട്ടോ ലൈലാത്താക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് ഒത്തിരിയും ദിവസമായി. സത്യം പറഞ്ഞാൽ ഞാനും കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം തട്ടിക്കൂട്ട് സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെ നോമ്പിന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ ഒരുപാടുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും ലൈലാത്താക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടാവും കേട്ടോ. ഇത്തവണ ലൈലാത്താണ് മിക്ക ദിവസങ്ങളിലും കടിയൊക്കെ തന്നത്. പിന്നെ നമ്മുടെ ചെമ്മീൻ സമൂസയും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. മൈദ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒട്ടിച്ചില്ല കേട്ടോ. ഇതുപോലെ മടക്കി അതിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു നെയ്യിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ഉന്നക്കൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി പതിയെ ഇങ്ങനെ ഒന്ന് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റംസ്. മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഉന്നക്കുണ്ട്, ചെമ്മീൻ സമൂസ ഉണ്ട്, തരികാച്ചിതുണ്ട്, ചായ ഉണ്ട്, പിന്നെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.